ഹായ് ഓൾ, നമ്മൾ ഈ വീഡിയോയിൽ പോയത്തിൻ്റെ റിവിഷൻ കണ്ടിന്യൂഷനാണ്. 2 പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. എല്ലാവർക്കും ഇത് പോയത്തിലെ ലൈനാണ് എന്ന് പിടികിട്ടി കാണും. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ എന്ന പോയത്തിലെ ലൈൻസാണ്. ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പാരഡോസാണ് ഫിഗർ ഓഫ് സ്പീച്ചായിട്ട് വരുന്നത്. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ജോൺ കീറ്റ്സിൻ്റെ പോയമാണ്. 1819 പബ്ലിഷ് ചെയ്ത പോയമാണ്. ഓക്കെ, ആൻഡ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്തേക്കുന്നത് അനൽസ് ഓഫ് ദ ഫൈൻ ആർട്സ് ഫോർ 1819 ആ ഒരു സീരീസിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. അനൽസ് ഓഫ് ദ ഫൈൻ ആർട്സ് ഫോർ 1819. ഇതൊരു 5 സ്റ്റാൻസാസ് പോയമാണ്. ഓരോ സ്റ്റാൻസായിൽ 10 ലൈൻസ് വരും. ആൻഡ് ടോട്ടൽ 50 ലൈൻസ് പോയമാണ്. ആൻഡ് സ്പീക്കർ, ഈ ഒരു പോയത്തിലെ സ്പീക്കർ ഈസ് അഡ്രസ്സിങ് ടു ആൻ ഏൺ. ഒരു ഏണിനെയാണ് അഡ്രസ്സ് ചെയ്താണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇതൊരു ഓടാണ്. ഓഡ് ഓൺ എ ഗ്രേഷ്യൻ. ഓടെന്ന് പറഞ്ഞാൽ എന്താണ്? ലിറിക് പോയം അഡ്രസ്സസ് പേഴ്സൺ, തിങ്സ് ഓർ ആൻ ഐഡിയ. ഓടെന്ന് പറഞ്ഞാൽ ലിറിക് പോയംസ് അഡ്രസ്സസ് പേഴ്സൺ, തിങ്സ് ഓർ ആൻ ഐഡിയ. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. അതാണ് ഈ പോയത്തിലെ ലാസ്റ്റ് ലൈനായിട്ട് വരുന്നത്. ഇവിടെ ഏൺ ബ്യൂട്ടിയാണ്, ഏൺ ട്രൂത്താണ് എന്നാണ് പോയിട്ട് പറയുന്നത്. ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഏൺ ട്രൂത്താണ്, ഏൺ ബ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കയാസ്മസ്? ഈ തന്നിരിക്കുന്ന ലൈൻസിൽ ഏത് ലൈനാണ് കയാസ്മസിന് എക്സാമ്പിളായിട്ട് വരുന്നത്? ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടിയാണ് കയാസ്മസിന് എക്സാമ്പിളായിട്ട് വരുന്ന ലൈൻ. കയാസ്മസ് എന്താണ്? Chiasmus is a device where 2 or more clauses are appended or flipped it to produce an artistic effect with regarding meaning. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക, അതാണ് ഫ്ലിപ്പ് ചെയ്ത് പറയുക. Chiasmus is a device where 2 or more clauses are appended or flipped to produce an artistic effect with regard meaning. Beauty is truth, truth is beauty. അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലിപ്പ് ചെയ്ത് പറഞ്ഞേക്കുകയല്ലേ. ആൻഡ് ഇൻ ദ പോയം ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, വാട്ട് ഈസ് ബീൻ ടേക്കൺ ടു സാക്രിഫൈസ്? ഈ പോയത്തിൽ എന്തിനെയാണ് ആ ഏണിനകത്ത് കുറേ പിക്ചേഴ്സ് ഉണ്ടല്ലേ, ഒരു 4 പിക്ചേഴ്സ് എങ്കിലും കാണും. ഒരു കാട്ടിലൂടെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ലേഡി, അവരെ ചേസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ഒരു പൈപ്പ് വായിക്കുന്ന ആളുകളെ കാണാം, പിന്നെ പരസ്പരം കിസ് ചെയ്യുന്ന ലവേഴ്സിനെ കാണാം, പിന്നെ ഒരു സാക്രിഫൈസിന് കൊടുക്കുന്ന ഒരു പശുക്കുട്ടിയെ കാണാം. കഴുത്തിലൊരു മാലയൊക്കെ ഇട്ടിരിപ്പുണ്ട്. അതിനെ കൊണ്ടുപോകുന്ന ആളുകളെയും കാണാം. ഈ ഒരു 4 പിക്ചേഴ്സ് ആണ് മെയിൻലി ആ ഒരു ഏണിനകത്ത് കാണുന്നത്. സോ വാട്ട്സ് ദ ആൻസർ ഹിയർ? ഇൻ ദ പോം ഓഡ് ഓൺ എ ഏഷ്യൻ ഏൺ, വാട്ട് ഈസ് ബീൻ ടേക്കൺ ടു സാക്രിഫൈസ്? ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു ആൻസർ കൗ ആണല്ലേ, ഒരു പശുക്കുട്ടിയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഹൈഫർ ഇസ് ദ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് കീറ്റ്സ് യൂസ് ടു ഡിസ്ക്രൈബ് ദ ഗ്രേഷ്യൻ ഏൺ? ഇതിനകത്ത് എന്താണ് ഗ്രേഷ്യൻ ഏണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു കുറേ പിക്ചേഴ്സ് ഇതിനകത്ത് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഏണിലല്ലേ. സോ ഇറ്റ് ഈസ് ഹിസ്റ്ററി ആണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഐറ്റമാണ് ഈ ഏൺ. നമ്മൾ ആര് മരിച്ചാലും അതിന് മരണമില്ല, ആ പിക്ചേഴ്സ് മൂവ് ചെയ്യില്ല, അതങ്ങനെ ഇരിക്കും. ഇപ്പം കാട്ടിലൂടെ പോകുന്ന അതിസുന്ദരിയായ സ്ത്രീയെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ആ ഏൺ നശിക്കുന്നിടത്തോളം കാലം അവരെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. പിന്നെ അവിടെ മരത്തിന് കീഴിൽ നിന്ന് പൈപ്പ് വായിക്കുന്ന ആൾ, അദ്ദേഹം എന്നും അവിടെ നിന്ന് പൈപ്പ് വായിച്ചുകൊണ്ടേ ഇരിക്കും. ആ ലവേഴ്സ് കിസ് ചെയ്യുന്ന ആ ഒരു പിക്ചറുണ്ട്, അത് എന്നും അതേപോലെ തന്നെ ഇരിക്കും. അതേപോലെ തന്നെ പശുക്കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് സാക്രിഫൈസിന്. അന്നേരം പ്രീസ്റ്റുകളും ഉണ്ട് ഫോളോ ചെയ്ത്.
ഇവർ എന്നും ആ ഒരു വില്ലേജിലെല്ലാവരും ഈ പ്രീസ്റ്റ് ഉൾപ്പെടെ പോകുന്നുണ്ട് ഈ പശുക്കുട്ടിയെ സാക്രിഫൈസ് ചെയ്യാൻ. സോ ഈ പിക്ചർ എന്നും ആ ഏൻ നശിക്കുന്നിടത്തോളം കാലം അവിടെ ഉണ്ടാകും. സോ ഇറ്റ്സ് ദ ആൻസർ. വാട്ട്സ് ആൻസർ? ഇവിടെ ഹിസ്റ്റോറിയൻ. ദാറ്റ്സ് ദ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് ബട്ട് ഐ നോ ദ നെയിംസ് ഓഫ് ദോസ് ഇൻ പവർ. ഇത് ഏത് പോയത്തിലെ ലൈനാണ്? ഇത് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസിൻ്റെ പോയത്തിലെ ലൈനാണ്. സോ ആ ഒരു പോയം വായിച്ചാൽ നമുക്കിന്ന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ആൻസർ ഈസ് നെഹ്റു. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പോയം റീഡ് ചെയ്തേക്കണം. ഇറ്റ്സ് ആൻ ഈസി പോയം. ആൻഡ് അബൌട്ട് ദ പോം ആൻഡ് ഇൻട്രൊഡക്ഷൻ, സെൽഫ് റിഫ്ലക്റ്റീവ്, ഓട്ടോബയോഗ്രഫിക്കൽ മോഡ് ആൻഡ് കൺഫെഷണൽ ടോൺ ആണ്. ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് വരുന്ന ഒരു പോമാണ് ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലാദാസ്. ഈ ഒരു പോം പബ്ലിഷ് ചെയ്തേക്കുന്ന ആ ഒരു പബ്ലിക്കേഷനാണ് സമ്മർ ഇൻ കൽക്കട്ട 1965. സമ്മർ ഇൻ കൽക്കട്ട, അതിനകത്താണ് ഈ ഒരു പോയം വരുന്നത്. ആൻഡ് റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്, സിംഗിൾ സ്റ്റാൻസ പോയം. കമലാദാസ് സ്പീക്സ് 3 ലാംഗ്വേജസ്. ഈ ഒരു പോയത്തിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന പറയുന്ന പോയത്തിൽ പറയുന്നുണ്ട് കമലാദാസ് ഐ ക്യാൻ സ്പീക്ക് 3 ലാംഗ്വേജസ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ്സ് ഇൻ 2 ലാംഗ്വേജസ്, ഡ്രീം ഇൻ 1 ലാംഗ്വേജ്. ഏതൊക്കെയാണ് ആ 2 ലാംഗ്വേജ്? ഓക്കെ, അത് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ് സി. വൈ നോട്ട് ലെറ്റ് മീ സ്പീക്ക് ഇൻ എനി ലാംഗ്വേജ് ഐ ലൈക്ക്, ഹൂ സേസ് ദിസ് വെഡ് ആൻഡ് വെയർ. ഇതിനകത്ത് ഏതിനകത്താണ് പറയുന്നത്? ഓപ്ഷൻസ് ആർ കമലാദാസ് ഇൻ ആൻ ഇൻട്രൊഡക്ഷൻ. അതാണ് ആൻസർ. ഞാൻ ബാക്കി ഓപ്ഷൻ വായിക്കാൻ നിൽക്കുന്നില്ല, ബിക്കോസ് മാക്സിമം പോയിൻറ്റ്സ് ഇൻ മിനിമം ടൈമിലാണ് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ ഈസ് കമലാദാസ് ഇൻ ആൻ ഇൻട്രൊഡക്ഷൻ. Some of the important lines from this poem: don't write in English, they said, because English is language of Britain അല്ലേ. അതുകൊണ്ട് ഈ ഒരു പോയത്തിൽ പറയുന്ന കാര്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഫ്രം ദ പോയമാണ് ഇതൊക്കെ. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ദേ സെഡ്. ബി ആമി, ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും വരാൻ ചാൻസസ് ഉണ്ട്. ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡോണ്ട് റൈറ്റ് ഇൻ ഡാഷ്, ദേ സെഡ്. ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. ബി ഡാഷ് ഓർ ബി കമല ഓർ ബെറ്റർ സ്റ്റിൽ ബി മാധവിക്കുട്ടി. ആമി. ഓക്കെ. ഐ ആം എൻ ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഈ പോയത്തിൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ഐ ഹു lie dying with a dash in my throat, rattle, rattle. Okay, these are some important lines. Next question, what's the theme of Nizamesikal's Night of the Scorpion? We all know it's superstition. And Night of the Scorpion, our പോയത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിസിമെസിക്കൽ ഇസ് ദ പോയിറ്റ് ആൻഡ് ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി. ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്നത് നിസിമെസിക്കൽ ആണ്. ആൻഡ് രാജാറാവ് റോട്ട് ബയോഗ്രഫി ഓഫ് നിസിമെസിക്കൽ ആൻഡ് നെയിം ഓഫ് ദാറ്റ് ബയോഗ്രഫി ഈസ് നിസിമെസിക്കൽ ദ ഓതറൈസ്ഡ് ബയോഗ്രഫി. ആൻഡ് ഈ ഒരു പോയം പബ്ലിഷ് ചെയ്ത കളക്ഷൻ്റെ നെയിമാണ് എക്സാക്ട് നെയിം. ഈ ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് HSA 2022 വന്നതാണ്. ആൻഡ് പബ്ലിഷ് ചെയ്ത ഇയർ 1965. എ സ്റ്റാൻസ പോയം, നോ റൈം സ്കീം, റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ്. ഫ്രീ വേഴ്സ് ആണ് ഈ പോയം. ഓക്കെ. ആൻഡ് ഓപ്പണിംഗ് ലൈൻ ഓഫ് ദിസ് പോയം ഈസ്, ഐ റിമെമ്പർ ദ നൈറ്റ് വെൻ മൈ മദർ വാസ് സ്ട്രക്ക് ബൈ എ സ്കോർപ്പിയോൺ. ആൻഡ് നെക്സ്റ്റ് വൺ, പാർട്ടിംഗ് വിത്ത്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ആണ് ഇനി വരുന്നത്. Parting with his poison flash of diabolic tale in the dark room. Here, what does the word diabolic means? Diabolic എന്ന് പറയുന്നത് extremely cruel and evil എന്നാണ്. ഓക്കെ, fill in the blanks ആയിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഈ വേർഡ് ഡയബോളിക് എന്ന ഒരു വേർഡിൻ്റെ മീനിങ് ഉണ്ട്. എക്സ്ട്രീംലി ക്രൂവൽ ആൻഡ് ഈവിൾ. കമ്പാരിസൺ ഹി മേഡ് ദ പെസൻസ്. ഈ പോയത്തിൽ പെസൻസ് ഉണ്ട്, അവരെ കമ്പയർ ചെയ്യുന്നത് സാം ഓഫ് ലൈസ്. കാര്യം പോയറ്റിൻ്റെ മദറിനെ സ്കോർപ്പിയോൺ ഇങ്ങനെ കുത്തി. ഓക്കെ, അന്നേരം ആ മദർ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ സാം ഓഫ് ഫ്ലൈസ് പോലെയാണ് പെസൻറ്റ് വന്നത് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് വന്ന് മദറിനെ ചുറ്റി നിന്നു. ഓക്കെ.
And where does the scorpion hide after stinging the mother? The answer is beneath sack of rice. And 10 hours continuous rain made the scorpion to enter the home. And what made the scorpion to enter the home? 10 hours continuous rain. Fill in the blanks at varam. And next one, dash peasant burst the name of the god to paralyze the evil one. For what the peasant bursts the name of the god 100 times. എന്തിനാണ് പെസൻസ് 100 times name of the god പറഞ്ഞതെന്ന് to paralyze the evil one. Here the evil one is scorpion. And as peasants with candles and lanterns in their hands made giant scorpion shadow on the mud-baked walls. അതും fill in the blanks ആയിട്ട് വരാം. Dash made giant scorpion shadow on the mud-baked walls. Peasants with candles and lanterns in their hands. Okay, next one, giant scorpion shadow. What's the figure of speech there? Metaphor. Next one, the peasant burst the name of the god. What's the figure of speech in that line? Onomatopoeia, burst. Okay. And next one, dash performed the rituals in an incarnation to tame the poison. The holy man. Next question, how long did the poison last in the mother? എത്ര നേരം ആ പോയിസൺ മദറിൻ്റെ ദേഹത്ത് നിലനിന്നു? 20 hours. And the mother thanked the god because the scorpion spared her children. അവരുടെ സ്കോർപ്പിയോണിൻ്റെ കുട്ടികളെ വെറുതെ വിട്ടു. So the mother thanked the god. Okay. Next one, he risked the rain again. He refers to scorpion. Thank you. And if you like this video, please like, share and subscribe my channel. And if you like this video, share with your friends also. Thank you.